ഈ സിനിമ കാണാൻ വേണ്ടി ഇന്നലെ അതായത് വെള്ളിയാഴ്ച രാത്രി ചങ്ങനാശ്ശേരി ധന്യരമ്യ തിയേറ്ററിൽ ഞാൻ പോയായിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ പടം കാണാൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഷോ നടന്നില്ല. പിന്നെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കോട്ടയം ധന്യരമ്യ തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കണ്ടത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പോൾ തോമസ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത് ലിയോനാർഡോ ഡിക്കാപ്രിയോ, ഷോൺ പെൻ, ചേസ് ഇൻഫിനിറ്റി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഫ്രഞ്ച് 75 എന്നറിയപ്പെടുന്ന കുറച്ച് വിപ്ലവകാരികളുടെ ഒരു സംഘം, അതിൽ ബോംബൊക്കെ നിർമ്മിക്കുന്ന ഗെറ്റോ പാറ്റ് അഥവാ ബോബ് എന്നുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ നായകൻ. പുള്ളിയുടെ കഥയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമ പറയുന്നത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗംഭീര പടം എന്ന് തന്നെ പറയാം. തുടക്കം തന്നെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സീനോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഭയങ്കര രസമാണ്. പിന്നെ അങ്ങോട്ടൊരു അരമണിക്കൂർ ചെറിയൊരു ഇഴച്ചിൽ ഉണ്ടായതിനു ശേഷം അത് കഴിഞ്ഞ് ഒരു ഓട്ടമാണെന്ന് പറയാം. തീരും വരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. പിന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ് പടത്തിൻ്റെത്. വൈൻലാൻഡ് എന്നൊരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ശരിക്കും ഈ സിനിമ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ദർ വിൽ ബി ബ്ലഡ് പോലെയുള്ള കിടിലൻ പടങ്ങളുടെ ഡയറക്ടറാണ് ഇതിന്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. സോ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയതും. വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഗംഭീര പെർഫോമൻസുകൾ, കിടിലൻ മേക്കിംഗ് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ് ആണ്. പിന്നെ മൊത്തം ഒരു ബ്രൗൺ കളർ ടോൺ ഒക്കെ ആയിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലും പടം തരുന്നുണ്ട്. എന്നാൽ ഒരു കംപ്ലീറ്റ് വെസ്റ്റേൺ ജോണറിൽപ്പെട്ട പടവും അല്ല. 2.25 മണിക്കൂർ അടുത്തെങ്ങാണ്ട് പടത്തിന് ലെങ്ത് ഉണ്ട്. പക്ഷെ വളരെ എൻഗേജിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒരേ സമയം കുറച്ച് ഭീകരമായിട്ടുള്ള വശങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപഹാസ്യവും ഒക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പോയതും പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഗുണമാണ്. സിനിമ അതിൻ്റെതായ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ പടത്തിന്റെ ഒരു വിഷ്വൽ അപ്പീലും കിടുവാണെന്ന് പറയാം. ഇതിലൊരു സീനുണ്ട്, ഒരു ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു കാർ ചേസ് പോലെയുള്ള ഒരു സംഭവം. നമ്മളിങ്ങനെ കാറിനുള്ളിൽ പതുങ്ങിയിരുന്ന് റോഡ് നോക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ മലമടക്കുകൾ പോലെയുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ കയറ്റം കയറുമ്പോൾ മലയ്ക്കപ്പുറം ഇറക്കത്തിൽ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. സോ ആ ഒരു സീൻ പൊളിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടത്തിന്റെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള രംഗങ്ങളിൽ ഒന്നാണ് എന്ന് പറയാം. പെർഫോമൻസ്, ഞാനിങ്ങനെ പടം നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു ഓർഡർ വൈസ് പറയാം. സ്റ്റാർട്ടിങ്ങിൽ ഡിക്കാപ്രിയോയേക്കാൾ ഇവരുടെ ഗ്യാങ്ങിന്റെ ഒരു ലീഡറായിട്ട് വരുന്ന, ഡിക്കാപ്രിയോയുടെ കാമുകിയായിട്ടും കൂടെ വരുന്ന ടിയാന ടൈലർ എന്ന നടി അന്യ പെർഫോമൻസ് ആയിരുന്നു. ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് മാത്രമേ പുള്ളിക്കാരി ഉള്ളൂ, പക്ഷെ കിടുവായിരുന്നു. പുള്ളിക്കാരി ഈ വർഷം തന്നെ ഇതിനു മുമ്പ് ഞാൻ സ്ട്രോ എന്ന് പറഞ്ഞ സിനിമയിലും ഒരു കിടു റോളിൽ കണ്ടായിരുന്നു. ഇതിലും പൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൺ പെന്നിന്റെ അഴിഞ്ഞാട്ടമാണെന്ന് പറയാം. അങ്ങനെ തീർന്ന വരെ ഉണ്ട്. എന്നാ ഒരു റോൾ ഹാൻഡ്, എന്നാ ഒരു പെർഫോമൻസ് ആണ്. വർഷങ്ങളായിട്ട് പുള്ളി ഒരുപാട് കിടലും പെർഫോമൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. മിക്കവാറും ഇതിലെ മിക്ക ആൾക്കാരുടെയും പെർഫോമൻസിന് അടുത്ത ഓസ്കാറിൽ പരിഗണന ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെയാണ് ഡിക്കാപ്രിയോ, അതായത് ഒരു 16 വർഷങ്ങൾക്ക് ശേഷമുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോഴാണ് പുള്ളിയുടെ അഴിഞ്ഞാട്ടം ആരംഭിക്കുന്നത് പറയാം. ഒരു ഫോൺ കോൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് പൊളിയാണ്. കുറച്ച് അല്പം പിരിവിട്ട ഒരു ക്യാരക്ടറാണെന്ന് പറയാം. ഈ കമൽഹാസന്റെ ഒക്കെ ചില സിനിമകളൊക്കെ പോലെ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. കുറച്ച് എന്താ പറയുക, ദയനീയമായിട്ടുള്ള, ഇങ്ങനെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ടൈപ്പ് റോളാണ്. ഡിക്കാപ്രിയോ അത് ചെയ്തു വെച്ചേക്കുന്നതും കിടുവാണ്. ഇങ്ങനെയുള്ള ഓരോ പടവും. അതുപോലെ തന്നെ ഡിക്കാപ്രിയോയുടെ മകളായിട്ട് വരുന്ന ചേസ് ഇൻഫിനിറ്റിയും പൊളിയായിരുന്നു. പിന്നെ പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് വരുന്ന ബെനീസിയോ ഡെൽ റോറ്റോയുടെ പെർഫോമൻസും എടുത്തു തന്നെ പറയണം. മൈക്കൽ ബൗമാൻ ആണ് ഇതിന്റെ ക്യാമറ, ആന്റി ജഗൻസൺ ആണ് എഡിറ്റിംഗ്, മ്യൂസിക് ജോണി ഗ്രീൻവുഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സാധാരണ ഹോളിവുഡ് സ്റ്റൈലിലേ അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്. ടെക്നിക്കലി പടം ബ്രില്യന്റ് ആണ്. നെഗറ്റീവ്സ് പറഞ്ഞാൽ, എനിക്ക് തുടക്കത്തിൽ പടം ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ മുകളിൽ അല്പം ബോറടിച്ചു എന്ന് പറയാം. കുറച്ച് ഇഴഞ്ഞു തൂങ്ങിയാണ് അത്രയും ഭാഗം പോയത്. ആ ഒരു ഭാഗം മാത്രമാണ് എന്നെ കുറച്ച് മടുപ്പിച്ചത്. അതല്ലാതെ എനിക്ക് പടത്തിൽ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ ഒരു കിടിലൻ പടം, വളരെ പുതുമയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. നിങ്ങൾക്ക് പറ്റിയാൽ തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണാൻ ശ്രമിക്കുക. നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള സിനിമകൾ കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇംഗ്ലീഷ് മൂവി എന്ന് പറയാം. മിസ് ചെയ്യേണ്ട. പടം 18+ ആണ്. സിനിമയുടെ തുടക്കത്തിലും ഇടയ്ക്കൊക്കെ കുറച്ച് അഡൾട്ട് സീനുകളൊക്കെ ഉണ്ട്. 2 മണിക്കൂർ 42 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.